ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ ആശാനിത ഇതുപോലെ ഒന്ന് സന്തോഷത്തോടെ ഇരിക്കണം. ആ സന്തോഷം കണ്ട് എനിക്കും സന്തോഷിക്കണം. എന്നാ വരട്ടെ. അതെ, ഇനി ഏട്ടത്തിമ്മ വഴക്ക് പറയും. അവളിതെങ്ങനെ നേരിടാ? ഒരു ദിവസം പോലും എന്നെ കാണാതിരിക്കാൻ പറ്റാത്ത ശാലിനി എങ്ങനെ ഈ വലിയ പ്രതിസന്ധി കിടക്കാനാവോന്ന് എനിക്കറിയില്ല. ആലോചിച്ചിട്ടൊരു വഴിയും കാണില്ല. രാമേട്ട, നാളെ 8:30. ഓക്കെ മോളെ. എന്താണ് രണ്ടുപേരും കൂടി ഒരു ചർച്ച? സീരിയസ് ആയ എന്തോ പ്രശ്നമാണല്ലോ. അല്ല ഏട്ടത്തിമ്മ, ഞങ്ങള് വെറുതെ. ഞാൻ പറഞ്ഞതൊക്കെ നീ ഇവിടെ വന്ന് വിളമ്പിയോ? ഏയ്, അതൊന്നുമല്ല. പിന്നെ എന്താ കമല പ്രശ്നം? രണ്ടുപേരും എന്തോ കണ്ണീർ കഥ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു തോന്നല്ലോ. എന്താ, ഇനി വല്ല സിനിമാ കഥയോ ആണോ? ആ അതെ, പണ്ടത്തെ ഒരു കമലഹാസന്റെ സിനിമാ കഥ പറയായിരുന്നു. ഈ ക്യാൻസർ വന്ന് നായകൻ മരിക്കുന്ന കഥയല്ലേ? അതെ, വളരെ ശരിയാ. അല്ല ഏട്ടത്തിമ്മക്ക് ഇതെങ്ങനെ മനസ്സിലായി? അത് ഈ നായകന്റെ ഇരിപ്പ് കാണുമ്പോഴേ അറിയാലോ. വിഷ്ണുവേട്ടൻ സ്കാനിങ്ങിന്റെ റിസൾട്ട് വാങ്ങിക്കാൻ പോയോ? ഞാനൊന്നും പോയില്ല. പിന്നെ അവര് പറയുന്നതായിട്ട് പേടിക്കാൻ വേറെ പണിയില്ലല്ലോ. റിസൾട്ടിന്റെ കാര്യം അറിയാഞ്ഞിട്ട് ഇത്രയും ടെൻഷൻ. അപ്പൊ പിന്നെ അറിയുമ്പോ എന്തായിരിക്കും? ആശാനെ പേടിയാണ് ഏട്ടത്തിയമ്മേ. ആശാൻ എന്തോ മാറാ രോഗം എന്നാ ആശാൻ പറയുന്നേ. മരിച്ചു പോകുന്നൊക്കെ എന്റെ ആശാൻ പറയുന്നേ. അത് ശരി. അപ്പൊ മരിക്കാൻ തയ്യാറായിട്ടുള്ള ഇരിപ്പ അല്ലേ? ദേ, ഇതാണ് സ്കാനിംഗ് റിപ്പോർട്ട്. ഇത് വെച്ച് വിഷ്ണുവേട്ടൻ ഇപ്പൊ ഒരു കുഴപ്പമില്ല. പിന്നെ ഇപ്പൊ ഉണ്ട് വെറും ഒരു ജലദോഷപ്പനി. അതിപ്പോ ആവി പിടിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, മൊത്തം ഇംഗ്ലീഷാ. ആശാനെ, ആശാനൊന്നും ഇല്ലെന്ന്. അപ്പൊ ഞാൻ മരിക്കില്ല? അതൊന്നും എനിക്കറിയാൻ പാടില്ല. പിന്നെ ജനിച്ച എല്ലാവരും മരിക്കണമല്ലോ. പക്ഷേ വിഷ്ണുവേട്ടന്റെ കാര്യത്തിൽ അതെന്തായാലും ഉടനെ ഇല്ല. അതുകൊണ്ട് ഈ കമലഹാസന്റെ കണ്ണീർ കഥ നിർത്തി കോമഡി വല്ലതും പിടിക്കാൻ നോക്ക്. ആശാനെ, ആശാൻ ഇങ്ങനെ ഒരുപാട് പടങ്ങളൊന്നും കാണല്ലേ? അല്ല, ആശാൻ ഇങ്ങനെ പടങ്ങൾ കാണുമ്പോളാ ആശാൻ ഞങ്ങളിങ്ങനെ കരയിപ്പിച്ച് കൊല്ലും. ഓ, എന്തൊക്കെയായിരുന്നു. അച്ഛനെ നോക്കണം, അമ്മനെ നോക്കണം, കുട്ടികളെ കൊണ്ടാക്കണം, ചക്ക മേങ്ങ തേങ്ങ. എന്റെ ആശാനെ, കുറച്ചു നേരം മുമ്പ് വരെ ഞാൻ എത്ര ദൈവങ്ങളെ ചീത്ത വിളിച്ചെന്നറിയോ? ഓ, ഈ പാവങ്ങളൊക്കെ ഞാൻ എവിടെ കൊണ്ട് വീട്ടു വന്നോ. ആശാനെ, അതെ, ശത്രുക്കളോട് പോലും ഇങ്ങനെ ഒന്ന് കാണിക്കല്ലേ. നീ പോവാ? അല്ല, എന്താ ഇനി വല്ല കഥയും പറയാണ്ട എന്ന് പറഞ്ഞോ. ഞാനേ ഉറക്കൊഴിച്ചിട്ട് ഇങ്ങനെ കേക്കാം. അതെ, ചെല്ലേ, ചെന്ന് കുളിച്ചെന്തെങ്കിലും കഴിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. ഏട്ടത്തിമാർ റിപ്പോർട്ട് കൊണ്ടുവന്നത് നന്നായി. അല്ലെങ്കിൽ ഞാനിപ്പോ ടെൻഷൻ അടിച്ച് ചത്തേനെ. അല്ലേ, ഒന്ന് ചിരിക്കണ്ട ആശാനെ. ആ നിരാശ ഭാവമൊക്കെ അങ്ങ് കളാ. ആശാനെ സംഗതി ചീറ്റിപ്പോയില്ലേ. ചിരിക്ക്, ചിരിക്കാശാനെ. അച്ഛൻ ചിരിക്ക്, അച്ഛൻ ചിരിക്ക്. മതി. എന്റെ ആശാനിത ഇതുപോലെ ഒന്ന് സന്തോഷത്തോടെ ഇരിക്കണം.
ആ സന്തോഷം കണ്ട് എനിക്കും സന്തോഷിക്കണം. എന്നാ വരട്ടെ. അതേ, ഇനി ഏട്ടത്തിമ്മ വഴക്ക് പറയും. ആ എന്തൊക്കെ പേടിച്ച് ടെൻഷൻ അടിച്ച് ചാവാതിരുന്നത് ഭാഗ്യം. അതേ, എനിക്കെന്ത് പറ്റിയാലും ആശാനൊന്നും പറ്റാതിരുന്നാ മതി. പോട്ടെ, ഗുഡ് നൈറ്റ്. ആനു, എന്തായി കാര്യങ്ങള്? പരുത്തിക്കുന്ന് കോളനി മൊത്തത്തിൽ നമുക്ക് തലവേദനയാണ് മാഡം. അവിടുത്തെ 12 കുടുംബങ്ങളിലും താമസിക്കുന്നത് അഗതികളോ നിരാലംബരായ സ്ത്രീകളോ കുട്ടികളോ ഒന്നുമല്ല, ഗുണ്ടകളാ. മാണിക്കോത്ത് മഹേന്ദ്രൻ എന്ന ആളുടെ കമ്പനിയിലെ പണിക്കാര്. അതായത് അയാൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ നടക്കുന്ന തനി കവല ചട്ടമ്പികള്. അപ്പൊ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവേണ്ടി വരുമല്ലോ. കടുത്ത എതിർപ്പുണ്ടാവും മാഡം. കാരണം ശത്രുക്കൾ എന്തിനും പോകുന്ന ആൾക്കാരാ. അവർക്കെതിരെ ഒരു കാഹളം കുമാരേട്ടനാ മുന്നിട്ടിറങ്ങിയിരിക്കുന്ന. ഇതുപോലുള്ള പ്രശ്നങ്ങൾക്കെതിരെ ഒരൊറ്റയാൾ പോരാട്ടം നടത്തുന്ന ആളാ ഈ കുമാരേട്ടൻ. പണ്ട് കാഹളം എന്നൊരു പത്രം നടത്തിയിരുന്ന ആളാ. അനീതികൾക്കെതിരെ പ്രതികരിക്കാൻ ഇതുപോലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവുവാനോ? നാടിന്റെയും നാട്ടുകാരുടെയും നന്മയ്ക്കായി ശബ്ദം ഉയർത്തുമ്പോ ഇവര് മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്, ഇവരുടെ ജീവിതം. അത് പക്ഷെ ഇവര് കാര്യമായിട്ട് എടുക്കാറുമില്ല. കേട്ടിടത്തോളം ഈ കുമാരേട്ടൻ ആള് ജനുവിനാ. ഗുണ്ടകള് സർക്കാരിന്റെ പുറമ്പോക്ക് കയ്യേറിയെന്നും അത് തിരിച്ചു പിടിക്കണമെന്നും പറഞ്ഞ് ഇദ്ദേഹം നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചുകാലമായി. ഉടനെ എന്തെങ്കിലും ഒരു നടപടി എടുക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെയൊക്കെ പ്രതികരിക്കുന്ന ശബ്ദങ്ങള് പതിയെ പതിയെ ഇല്ലാതാവും. ശരിയാനു പറഞ്ഞത്. നമുക്ക് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നീക്കാം. വേണ്ട നടപടി ഉടനെ തന്നെ ചെയ്യാം. ശരി മാഡം. ശരി.